അങ്ങനെ വിഷുവൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. കാലത്ത് നേരത്തെ പോകണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു 11:30 കഴിഞ്ഞിട്ടുണ്ടായിട്ടോ. ഞങ്ങൾ 4 പേരും ഒരുമിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഇന്ന് തൃശ്ശൂരേക്ക് നമ്മൾ പുല്ല് വഴിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ സ്ഥലം അറിയാത്ത നമ്മുടെ തൃശ്ശൂരുകാരുണ്ടായിരിക്കില്ല, അല്ലെ? നമ്മുടെ തൃശ്ശൂരിലെ ഒരു വിഷ്വൽ ബ്യൂട്ടി തന്നെയാണെന്ന് പറയാം. അപ്പം നമ്മൾ താമരപ്പാട് എത്തിയപ്പോൾ നമ്മൾ സർബത്തൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയിണ്ടായത്. അങ്ങനെ സ്നേഹം കണ്ണനും തൃശ്ശൂർ എത്തിയപ്പോൾ അവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. എങ്ങോട്ടാണ്? ചെറുപ്പളശ്ശേരിയിലേക്ക്, എൻ്റെ നാട്ടിലോട്ട്. അങ്ങനെ 2-3 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ വീടും നാടൊക്കെ കാണുമ്പോഴേ എനിക്കൊരു പ്രത്യേക സന്തോഷവും എനർജിയൊക്കെ കിട്ടിയ ഫീലാണ് കേട്ടോ. അതൊട്ടുമിക്ക എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഇന്നാണെങ്കിലും എൻ്റെ ചേച്ചിമാരും ഉണ്ണികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ നമ്മളവിടെ എത്തിയതും പിള്ളേർ ടീംസ് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ കാത്തിട്ട്. എന്നോട് പോരുന്നതിന് മുൻപേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മേമ വരുമ്പോഴും പടക്കം കൊണ്ടുവരണേന്ന്. അപ്പം ഞാനും കുഞ്ഞനും അതൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. രാത്രി പിന്നെ അതേ ആഘോഷങ്ങൾ തുടങ്ങി കേട്ടോ. എൻ്റെ വീട്ടിൽ ഇതേ ചേച്ചിമാരും ഉണ്ണികളൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെ പിള്ളേർ ടീംസൊക്കെ വരും കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് കളിക്കാനൊക്കെ. പിന്നെ ഒരുപാട് പേരായല്ലോ. രാത്രി ഇതേ അവരുടെ ആഘോഷങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മ വിഷുവിൻ്റെ സ്പെഷ്യൽ ഐറ്റമായിട്ടുള്ള ഇലയട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ വിഷുവിന് കണിക്ക് വെക്കും കേട്ടോ, ഇലയട വെക്കും. എനിക്കത് നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ കുഞ്ഞൻ്റെ വീട്ടിലൊന്നും അത് ഉണ്ടാക്കില്ല കേട്ടോ. ഇങ്ങനെ വിഷുവിൻ്റെ സ്പെഷ്യൽ ഐറ്റം ഒന്നുമല്ല, അവിടെയൊക്കെ വിഷുക്കട്ടയാണ് കേട്ടോ. എൻ്റെ നാട്ടിലൊക്കെ ഈ ഇലയുടെ ഉണ്ണിയപ്പമൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഫുഡടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പിള്ളേരെയും കൊണ്ട് മരണമാസം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ 9:30 ഷോയ്ക്കാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ചെറുപ്പളശ്ശേരിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സൂപ്പർ പടമായിരുന്നു, കോമഡിയാണ്. വലിയ സ്റ്റോറി ഒന്നും ഇല്ലെങ്കിലും നമുക്ക് കണ്ടിരിക്കാം കേട്ടോ. കോമഡി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ 12:30 കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. നമ്മൾ ഈ ബുള്ളറ്റിലാണ് കേട്ടോ 5 പേര് ഇരുന്ന് വരുന്നത്. പിന്നെ ഒക്കെ പീക്കരികളായതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പോൾ